ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്ത് തൃക്കാക്കര നോർത്ത് ഭാഗത്തായി, അതായത് കൃത്യമായി പറഞ്ഞാൽ തേവക്കൽ ജംഗ്ഷനോടടുത്തായി സ്ഥിതി ചെയ്യുന്നൊരു ലക്ഷറി വില്ലയുടെ വീഡിയോയുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്ക്, എയർപോർട്ട് സീപോർട്ട് റോഡ്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, വിവിധതരം ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, കോളേജുകൾ എന്നുവേണ്ട എറണാകുളം സിറ്റിയിലെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും വളരെ വേഗം എത്തിച്ചേരാവുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 9 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 3500 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി ഏരിയ, ഒരു ഹോം തിയേറ്റർ റൂം, പുറമെയായി ഒരു ഓപ്പൺ സ്വിമ്മിംഗ് പൂൾ അടക്കം ഒരു ഗംഭീര പ്ലാൻ തന്നെയാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. 3500 സ്ക്വയർ ഫീറ്റിൽ 500 സ്ക്വയർ ഫീറ്റോളം ജിംനേഷ്യത്തിനായും കൂടാതെ കവേർഡ് കാർ പാർക്കിങ്ങിനായും അഡീഷണലായി എടുത്തിരിക്കുന്ന ഏരിയയിൽ പെടുന്നതാണ്. അത്യാവശ്യം വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് വിശാലമായ വീട്ടുമുറ്റത്തേക്കാണ്. 2 വലിയ കാറുകൾ ഒരേ സമയം ഇടാവുന്ന രീതിയിലാണ് ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിംഗ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ മറ്റൊരു കാറ് കൂടി ഇവിടെ ഇടാനുള്ള സൗകര്യം ഈ വീടിന്റെ മുന്നിലായി നമുക്ക് കാണാം. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമുക്ക് ഈ വീടിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ വ്യൂ ഒന്ന് നോക്കിയിട്ട് വരാം. പൂളിലേക്ക് പോകുന്ന വഴിയിലായി മനോഹരമായൊരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നതും നമുക്കിവിടെ കാണാനാവുന്നതാണ്. വീടിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏതാനും സ്റ്റെപ്പുകൾ കൊടുത്ത് ഹൈറ്റ് ചെയ്തുകൊണ്ടാണ് സ്വിമ്മിംഗ് പൂൾ കൊടുത്തിരിക്കുന്നത്. സ്വിമ്മിങ്ങിനായി ഇറങ്ങുന്നവർക്ക് നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് സ്വിമ്മിംഗ് പൂളിന്റെ പൊസിഷൻ വരുന്നത്. 6 അടിയോളം ഡെപ്ത് വരുന്ന സാമാന്യം വലിയൊരു പൂള് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ വീടിന്റെ ചെറിയൊരു സിറ്റ് ഔട്ടാണ്. മാളുകളിലും മറ്റും ഉപയോഗിക്കുന്ന കൂടിയ ഇനം ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ലക്ഷറി വില്ലയുടെ അകത്ത വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. മനോഹരമായൊരു ഡിസൈനിൽ തേക്കിൻ തടിയിൽ തീർത്ത ഭംഗിയുള്ളൊരു മെയിൻ ഡോർ തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. മെയിൻ ഡോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ വീടിന്റെ ലിവിംഗ് ഏരിയയാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് അല്പം ഉയർത്തിക്കൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ തന്നെയാണ് ഈ വീടിന്റെ ലിവിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയുടെ ഭിത്തികൾക്ക് വലിയ ടഫൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിന്റെ അതിമനോഹരമായ ഒരു വ്യൂവും നമുക്ക് കാണാനാവുന്നതാണ്. ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി മനോഹരമായി തന്നെ മൾട്ടിവുഡിൽ തീർത്തൊരു ഭംഗിയുള്ളൊരു TV യൂണിറ്റും നമുക്കിവിടെ കാണാം. അവിടെ നിന്ന് നമ്മളിനി നേരെ ഇറങ്ങി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഡൈനിങ് സ്പേസിനെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. വളരെ വിശാലമായൊരു ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭിത്തിയോട് ചേർന്ന് ക്രോക്കറി യൂണിറ്റും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും എല്ലാം കൊടുത്ത് ഭംഗിയാക്കി തന്നെ ഒരു കബോർഡ് വർക്ക് നമുക്കിവിടെ കാണാം. ഷ്നൈഡർ ബ്രാൻഡിന്റെ സ്വിച്ചുകളാണ് ഈ വീട്ടിൽ മുഴുവനായി കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ഈ വീട് എത്രമാത്രം പ്രീമിയം ക്വാളിറ്റിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൈനിങ് സ്പേസിനോട് ചേർന്ന് നല്ലൊരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. പരമ്പരാഗത രീതിയിലുള്ള ഒരു ആട്ടുകട്ടിലൊക്കെ കൊടുത്ത് അതിനോട് കോമ്പിനേഷൻ വരുന്ന രീതിയിൽ ആന്റിക് ക്ലോക്ക് വെച്ച് ഭംഗിയാക്കി തന്നെയാണ് കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഡൈനിങ് ഏരിയയിൽ നിന്ന് അല്പം മാറി സ്റ്റെയർവേക്ക് താഴെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വലിയൊരു സിംഗിൾ പീസ് ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ വാഷ് ബേസിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ പ്രീമിയം ബ്രാൻഡായ കോഹ്ലർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. അതിവിശാലമായൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കിച്ചന്റെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തുമായി 2 ഭിത്തികളിലായിട്ടാണ് കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഫേബർ ബ്രാൻഡിന്റെ ഒരു ചിമ്മിണിയും സ്റ്റൗവും ബിൽഡർ ഇവിടെ കസ്റ്റമർക്കായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രീമിയം മോഡൽ നാനോ വൈറ്റ് ടൈലുകളാണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ കബോർഡുകളും തന്നെ മെഷീൻ പ്രസ്സിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ് കിച്ചന്റെ ദർശനം വരുന്നത്. കിച്ചന് പുറമെയായി ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ കൂടി കാണാനാവുന്നതാണ്. വർക്ക് ഏരിയ എന്ന് പറയുന്നതിന് നല്ലത് ഒരു സെക്കൻഡ് കിച്ചൺ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഭംഗി. മെയിൻ കിച്ചണിൽ കണ്ടതുപോലെ തന്നെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ടാണ് കബോർഡ് വർക്കുകൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു ഭാഗത്തായി വാഷ് ബേസിന് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. കിച്ചന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വടക്ക് കിഴക്ക് മൂലയിലായി സ്ഥാപിച്ചിട്ടുള്ള ഈ വീടിന്റെ കിണർ നമുക്ക് കാണാനാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഫുള്ളി ഫർണിഷ്ഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലെ ബെഡ്റൂമുകളൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇൻബിൽഡ് കോട്ടും ഇരുവശത്തായി വെന്റിലേഷനും അതിന് സൈഡിലായി ഒരു വാം ലൈറ്റൊക്കെ കൊടുത്ത് ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയാണ് ബെഡ്റൂമിൽ നമുക്ക് ലഭിക്കുന്നത്. വലിയ 2 സ്ലൈഡിംഗ് ഡോറുകൾ കൊടുത്ത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. എല്ലാ വാർഡ്രോബുകളും സോഫ്റ്റ് ക്ലോസ് ആക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡിൽ തന്നെ ചെറിയൊരു സീലിംഗ് വർക്കും നമുക്ക് ഈ റൂമിൽ കാണാം. ബെഡ്റൂമിനും ബാത്റൂമിനും മധ്യത്തിലായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വെറ്റ് ആൻഡ് ഡ്രൈ പോർഷനുകളായി സെപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ബാത്റൂം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെയും കോഹ്ലർ ബ്രാൻഡിന്റെ പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഒന്നാമത്തെ ബെഡ്റൂമിന്റെ അതേ സെയിം മോഡലിൽ തന്നെയാണ് കോട്ടുകളും മറ്റും ഒരുക്കിയിട്ടുള്ളത്. പ്രീമിയം മോഡൽ വാർഡ്രോബുകൾ ഈ റൂമിലും നമുക്ക് കാണാനാവുന്നതാണ്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ച് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ലക്ഷറി വില്ലയുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. സിംഗിൾ പീസ് വുഡുകളാണ് സ്റ്റെയറിനായി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. GI ട്യൂബിൽ വുഡൻ ഫിനിഷ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ്. ഈ ഭാഗത്ത് നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ കോർട്ട്യാർഡിലേക്കുള്ളൊരു വ്യൂവും നമുക്കിവിടെ ലഭ്യമാണ്. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. അതിവിശാലമായ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. GI ട്യൂബുകൾ കൊണ്ട് മറിച്ച് ഓടുകൾ മേഞ്ഞാണ് യൂട്ടിലിറ്റി ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും നമുക്കിവിടെ കാണാം. ടെറസിലേക്ക് പോകുന്നതിനായിട്ടുള്ള കോണിപ്പടികളും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ വീട്ടിലെ ടെറസിലേക്കൊന്ന് കയറി നോക്കാം. ഏത് കാലാവസ്ഥയിലും ഈ വീടിന്റെ ടെറസിലേക്ക് നമുക്ക് കയറി വരാവുന്നതാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചെറിയൊരു ജിംനേഷ്യമായി യൂസ് ചെയ്യാവുന്ന ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേൽക്കൂരയിൽ ഓട് മേഞ്ഞതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നമുക്ക് ഒട്ടും തന്നെ ചൂട് അനുഭവപ്പെടുന്നതല്ല.
അടുത്തതായി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ ഹോം തിയേറ്റർ റൂമിലേക്കാണ്. ഒരു ഒറിജിനൽ തിയേറ്റർ എഫക്റ്റ് ലഭിക്കുന്ന രീതിയിൽ 2 സ്റ്റെപ്പ് ഹൈറ്റ് ഒക്കെ ചെയ്ത് വളരെ ഗംഭീരമാക്കി തന്നെയാണ് ഈ റൂം ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴത്തെ റൂമിലേതുപോലെ തന്നെ അതേ അളവിൽ തന്നെയുള്ള ബെഡ്റൂമുകളാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. വാർഡ്രോബിനോട് കൂടെ ചേർന്ന് ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഒട്ടും ഭംഗി കുറക്കാതെ തന്നെ ഈ റൂമും അതിഗംഭീരമാക്കി തന്നെയാണ് ബിൽഡർ ഒരുക്കിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഹോം തിയേറ്റർ റൂമിൽ നിന്നാണ്. വളരെ നീളമേറിയൊരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. GI ട്യൂബുകൾ കൊണ്ടുള്ള ഹാൻഡ് റെയിലുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാൽക്കണിയിൽ നിന്ന് അതിമനോഹരമായൊരു ലോങ് സൈറ്റ് വ്യൂ നമുക്കിവിടെ ലഭ്യമാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ അതിഗംഭീരമായൊരു വ്യൂവും ഇവിടെ നിന്ന് നമുക്ക് കാണാനാവുന്നതാണ്. ഈ ലക്ഷറി വില്ലയുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഈ വീടിൻ്റെ വിലയെ പറ്റിയാണ്. 9 സെന്റ് സ്ഥലത്തിൽ 3000 സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ ലക്ഷറി വില്ലയ്ക്ക് ബിൽഡർ ചോദിക്കുന്ന വില 2,10,00,000 രൂപയാണ്. ഈ മനോഹരമായ വീട് ആരെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.